എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഏകാദശി വരാൻ പോകുന്നു. ഇന്ദിര ഏകാദശി. നമുക്ക് ഇന്നൊരു ഏകാദശി വിഭവം തയ്യാറാക്കാം. ചില്ലി പനീർ. അതിനായിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് കാശ്മീരി മുളക് അല്ലെങ്കിൽ പിരിയം മുളക്, അത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് ചേർത്തിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് മുളക് ചേർത്ത് കുറച്ച് സമയം അടച്ചു വെക്കുക. ആ സമയം കൊണ്ട് ആ മുളകൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഈ മുളക് അരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ മുളകിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വളരെ കുറച്ച് വാളംപുളി, ഇത്രയും ചേർക്കണം. ഓരോരുത്തരും എടുക്കുന്ന പനീറിൻ്റെ അളവനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഞാനൊരു പാക്കറ്റ് പനീറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം ഒരു കടായിയിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരച്ചു വെച്ച ആ അരപ്പ് അതിലേക്ക് ചേർത്ത് ഈ അരപ്പിൻ്റെ പച്ചച്ചൊവ പൂർണ്ണമായിട്ട് മാറണം. ചെറുതീയിലിളക്കി ഇടയ്ക്ക് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നിടം വരെ ഇതിങ്ങനെ നന്നായിട്ട് ആ അരപ്പ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് അടച്ചു വെക്കണം, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. പക്ഷെ കരിയരുത് അരപ്പ്. അതിൻ്റെ ആ നിറം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ സമയം അതിലേക്ക് കുറച്ച് പഞ്ചസാര അത് ചേർത്തു. അതിനുശേഷം ഇപ്പോൾ ചേർക്കുന്നത് കല്ലുപ്പിൻ്റെ വെള്ളമാണ്. ആവശ്യത്തിനുള്ള കല്ലുപ്പിൻ്റെ വെള്ളവും കൂടെ ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏകാദശി ഉപ്പ്, സന്താ സോൾട്ട്, അതായത് റോക്ക് സോൾട്ട് ഏതാണോ ഉള്ളത് അത് ചേർക്കുക. അതിനുശേഷം ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം പനീർ ചേർക്കണം. ആ വീഡിയോ കിട്ടിയില്ല, ക്യാമറ ഓൺ ആയില്ലെന്ന് തോന്നുന്നു. അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ അരപ്പിലൊക്കെ ആ പനീർ ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും കൂടെ ചേർക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി 3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്യാപ്സിക്കമാണോ കിട്ടുന്നത് അത് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട. ഇതിങ്ങനെ തുറന്നു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഈ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് പനീറും ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ആ എണ്ണയും ആ അരപ്പിലുമൊക്കെ ഒന്ന് യോജിച്ച് വരുമ്പോഴേക്കും കുറച്ച് വെള്ളം അതും കൂടെ ചേർക്കണം. അതിനുശേഷം അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ അത് വേവിച്ചെടുത്താൽ മതി. കാരണം പനീറിന് വലിയ വേഗില്ല. ക്യാപ്സിക്കവും അങ്ങനെ ഒരുപാട് വെന്ത് കുഴയരുത്. പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കുക. ആവശ്യത്തിന് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. അതിനുശേഷം ഇതേപോലെ ഇളക്കി ആ ക്യാപ്സിക്കവും പനീറും ഈ അരപ്പുമെല്ലാം നന്നായിട്ട് യോജിച്ച് ഒന്ന് വെന്ത് വരണം. ഒത്തിരി വേഗരുത്. ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും മാറരുത്. പനീറിനൊക്കെ വളരെ കുറച്ച് വേഗേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൽ എത്ര ചാറ് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു സെമി ഗ്രേവി അതല്ലെങ്കിൽ ഡ്രൈ ഫോം ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒത്തിരി ഗ്രേവിയൊന്നുമില്ല. ഒന്ന് നമുക്ക് എടുത്ത് കഴിക്കാൻ, ഒരു സ്നാക്ക് പോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതെല്ലാം യോജിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിയിലയും ചേർത്ത് വാങ്ങാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം, ഏകാദശി ദിവസം ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഭക്ഷണം ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഭഗവാന് നൈവേദ്യമായി വെക്കുന്നതിന് മുമ്പ് അതിൽ ഒരു തുളസിയില ചേർത്ത് വേണം നൈവേദ്യം സമർപ്പിക്കാനായിട്ട്. അങ്ങനെ സമർപ്പിച്ചാൽ മാത്രമേ ഭഗവാന്റെ നൈവേദ്യം പൂർണ്ണമാവുകയുള്ളൂ. സ്പൈസ് ലെവൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എരിവുള്ള മുളകാണ് കയ്യിലുള്ളതെങ്കിൽ ഒന്നുകിൽ മുളകിൻ്റെ അളവ് കുറയ്ക്കുക, അതല്ലെങ്കിൽ മുളകിൻ്റെ അരി എടുത്ത് മാറ്റിയതിന് ശേഷം അരച്ചാൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. ഭഗവാന് നൈവേദ്യമായി വെക്കുകയും ചെയ്യാം. കാരണം ഉള്ളിയോ വെളുത്തുള്ളിയോ കടയിൽ നിന്ന് മേടിക്കുന്ന യാതൊരു വിധത്തിലുള്ള സോസുകളോ ഇല്ല.
ഇനി ഇച്ചിരി ചാറായിട്ടാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഏകാദശി ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ കോൺഫ്ലവർ നമുക്ക് കലക്കി ഒഴിച്ച് ഇച്ചിരി ചാറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഏകാദശി ദിവസം ഉപയോഗിക്കുമ്പോൾ കോൺഫ്ലവർ ചേർക്കരുത്. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഗീ റൈസിനും അതുപോലെ ചപ്പാത്തിക്കും ബട്ടർ റൈസിനുമൊക്കെ, അതുപോലെ ജീര റൈസ്, ഇതിനൊക്കെ വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ചില്ലി പനീർ. ധൈര്യമായിട്ട് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. ഒരു തരത്തിലുള്ള മായമോ ഒന്നും തന്നെ ഇല്ല. കാരണം എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ്. പുളി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാളംപുളിയാണ് ചേർക്കേണ്ടത്, വളരെ കുറച്ച്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലൊരു കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ അഭിപ്രായം പറയുക. ഹരേ കൃഷ്ണ.